ചെമ്പല്ലി എന്ന് പറയും. എത്ര രൂപയാണെന്നറിയാം? 100 രൂപയുടെ മീനാണ്. 100 രൂപയ്ക്ക് 5 കുഞ്ഞ് ചെമ്പല്ലി കിട്ടും. ചെമ്പല്ലിയുടെ വെളുപ്പമില്ല. ഇതാണ് ചെമ്പല്ലി. പിന്നെ അടുപ്പേ വെച്ചാണ് തീ കത്തിച്ച് കൊടുക്കാം. മറ്റേ മസാല ഒഴിച്ചാണ് തീ കത്തിക്കൊണ്ടിരുന്നത്. പേപ്പർ വെച്ചാണ് തീ കത്തിക്കുന്നത്. തീ കത്തിക്കാൻ ഭയങ്കര പാടാണ്. തീ കത്തിച്ച് കൊടുക്കാം. ഇതിന് തീ കണ്ടിട്ട് കപ്പ കഴുകിക്കൊണ്ട് വരാം. കഴുകിയെടുക്കാം. 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. അപ്പൊ കഴുകിയെടുക്കുമ്പോൾ വെള്ളം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. തിളയ്ക്കട്ടെ. കപ്പ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തീ നന്നായി കത്തി എരിഞ്ഞിരുന്നു. കപ്പയുടെ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും ഈ മീൻ വെട്ടിക്കൊണ്ട് വരാം. എന്നെ വെട്ടോന്നും പറഞ്ഞ് മീൻ ഇരിക്കുന്നു. ഞാനൊന്ന് വെട്ടിക്കൊണ്ട് വരട്ടെ. മീൻ വെട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് കപ്പയ്ക്ക് വെച്ചിരുന്ന വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ കപ്പയിട്ട് ഇവിടെ ഇരുന്ന് വേഗട്ടെ. കപ്പയ്ക്കൊന്ന് അരച്ചെടുക്കാം. കപ്പയ്ക്ക് അരച്ചെടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കറണ്ട് വീട്ടിലുണ്ടായിരുന്നു. ഇനിയും അരകല്ലിലെടുത്ത് അരച്ചെടുക്കണം. കാന്താരി, തേങ്ങയും എല്ലാ സാധനങ്ങളും ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചിട്ട ശേഷം ഈ കൊണ്ട് വന്നപ്പോഴേ കപ്പ വെന്തിരുന്നു. അരപ്പിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ വെന്ത കപ്പയിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കട്ടെ. അരപ്പും ഉപ്പും വെള്ളമയവും കൂടെ പറ്റാനായിട്ട് വീണ്ടും അടുപ്പിലോട്ട് വെക്കാം. ഇത് 1 മിനിറ്റ് നേരം അടുപ്പിൽ വെച്ചാൽ മതിയാകും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് വാങ്ങി വെക്കാം. അതിനുശേഷം ഈ കപ്പയും അരപ്പുമായിട്ട് ഇത് മിക്സ് ചെയ്യാം. അങ്ങനെ കപ്പ റെഡിയാക്കി വെച്ചു. ഇനിയും മീൻകറിക്ക് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഗ്യാസിലല്ല വെക്കും. തീ കത്തിക്കുന്ന അടുപ്പയിലാണ് വെക്കുന്നത്. അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ബാക്കി വിട്ടാളെ കാണിക്കാം. മീൻകറിക്ക് വേണ്ടി മസാലകളെല്ലാം ഞാൻ എന്തിട്ടുണ്ടായിട്ട് അപ്പോഴത്തേക്കും ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടായ ശേഷം കടുകിട്ട് കൊടുക്കാം. കൂട്ടിയ ശേഷം ഈ ഓരോ മസാലകളും ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും മഞ്ഞപ്പൊടി ഇതെല്ലാം ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ഈ അടുപ്പായിട്ട് ഈ മൂത്ത ശേഷം ഈ പൊടികൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. മീൻകറിക്ക് വേണ്ടി ഞാൻ ഉപ്പും പുളിയും കൂടെ ഇട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും പുളിയും കൂടെ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കൂടാതെ കുറച്ച് വെള്ളം കൂടെ ചേർക്കേണ്ടതുണ്ട്. മീൻകറിയുടെ കറിക്ക് വേണ്ട അരപ്പുകളെല്ലാം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെട്ടി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തവി കൊണ്ട് വെള്ളയൊന്ന് അരപ്പിലേക്ക് ഇതാക്കി കൊടുക്കാം. ശേഷം അടച്ചു കൊടുക്കാം. മീൻകറിയെല്ലാം വെന്ത് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം. ശേഷം വാങ്ങാം. ഇന്നത്തെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടുള്ള
എൻ്റെ ഈ വീഡിയോ ഇടുന്നതിന് ആവശ്യം നിങ്ങളുടെ കമൻറ്റ്, സബ്സ്ക്രൈബ്, ലൈക്ക് ഇവയെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ ഇനി കാണുന്നിടം വരെയും ബൈ.